വിളക്കിൽ തിരിയേഴും തെളിച്ച് നാക്കിലയൊന്നു വിരിച്ച് കറിയോരോന്നായി വിളമ്പരിയുടെ ചോറിൽ. ഇത് നമുക്ക് മസാല എഗ് ഫ്രൈ ഉണ്ടാക്കുന്നതിന് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് ഉണ്ടാക്കുന്നതിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം മുട്ട പുഴുങ്ങിയെടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു മസാല ഉണ്ടാക്കിയിട്ട് ഈ മസാലയിലേക്ക് പുഴുങ്ങിയിട്ടാണ് മുട്ട ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില വേണം. പിന്നെ ഒരു 4 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് വേണം മസാലയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി. മുളകിൻ്റെ പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. 1/2 ടീസ്പൂൺ കടുക്. പിന്നെ ഞാനിവിടെ കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട്. ഗരം മസാല നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ മസാല എഗ് ഫ്രൈ ആക്കാന്ന്. ഞാനിവിടെ പുഴുങ്ങിയെടുത്തേക്കണ മുട്ട ഇതേപോലെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ റൗണ്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നീളത്തിൽ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടി കാണാൻ വേണ്ടിയിട്ട് ഭംഗി ഉണ്ടാവുക. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ഇപ്പം കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചേക്കണ വെളുത്തുള്ളി ചേർക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇതിലേക്ക് കറിവേപ്പില ചേർക്കുക. വെളുത്തുള്ളി മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുക. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുക. തീ നന്നായിട്ട് കുറച്ച് വെച്ചില്ലെങ്കിൽ മസാലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ മല്ലിപ്പൊടി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഈ മസാലപ്പൊടികളൊക്കെ ഇട്ട വഴിക്കാൻ പെട്ടെന്ന് മുരിയും. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കുക. മുളകിൻ്റെ പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചേക്കണ മുട്ട ചേർക്കുക. ഈ മുട്ട ഇതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഈ മുട്ടേനൊക്കെ ഒന്ന് കമത്തി വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഉണ്ണിയുടെ ഉള്ളിലേക്കും ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഒരു സെക്കൻഡ് ഇങ്ങനെ തന്നെ വയ്ക്കുക. ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള ഗരം മസാല ചേർക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. കുറച്ച് ചേർത്താൽ മതി. ഞാനൊരു 2 നുള്ളാണ് ചേർത്തേക്കുന്നത്. നമ്മുടെ മസാല എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം മസാല എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ ഇതിനകത്ത് മസാലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെയും നല്ല ടേസ്റ്റാണിത്.